ഇത് കണ്ടോ, ഞാൻ പേപ്പർ കൊണ്ട് ഒരുപാട് ബോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. മഴ പെയ്ത് വെള്ളം വന്ന ഉടനെ നമുക്കിത് വെള്ളത്തിലിട്ടേക്കാം. അതെ എമിലി, മേലോട്ട് നോക്ക്, ഒരുപാട് കാർമേഘം കൂടിയിട്ടുണ്ട്. ഏത് സമയത്തും മഴ പെയ്യുന്നാ തോന്നുന്നേ. എമിലി, ഇതിനൊക്കെയാണ് നീ ബോട്ട് എന്ന് പറയുന്നേ? ബോട്ട് എന്ന് പറഞ്ഞാലേ ദേ ഇതൊക്കെയാണ് ബോട്ട്. ഇത് കണ്ടാ? നിന്റെ ആ കൊച്ചു പന്ന ബോട്ടിലേ ഒരു ഈച്ചയ്ക്ക് പോലും ഇരിക്കാൻ സ്ഥലമില്ലെന്നേ. എന്റെ ബോട്ടിനെ കുറിച്ച് നീ ഇപ്പൊ എന്താ പറയുന്നത്? ദേ നോക്കിക്കോ. ചിണ്ടു, നിന്റെ മാജിക് ഒന്ന് നിർത്ത്. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിന്റെ മാജിക് എല്ലാം പബ്ലിക്കായി ചെയ്യരുതെന്ന്. അവന്മാരെന്തിനാ എമിലിയെ കളിയാക്കിയത്? അത് അവരുടെ ഒരു ശീലമാണ്. പഴയതുപോലെ എല്ലാം നോർമലാക്കി മാറ്റി. വേഗം ചെയ്യും. ഈ വണ്ടി ഒരിക്കലും നന്നാവില്ലെന്നാ തോന്നുന്നത്. നമ്മുടെ ചിണ്ടു ഒരിക്കലും മാറില്ലെന്നാ തോന്നുന്നത്. വീർ, മഴ വന്നതും നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് റെയിൻ ഡാൻസ് ഓർഗനൈസ് ചെയ്യാം. ഓക്കേ. ഡിംബാക്ടു, ഇതാണ് ലൈറ്റ്നിങ് റോബർട്ട്. ഇവൻ ആകാശത്തേക്ക് പറന്നുയർന്ന് എല്ലാ മേഘങ്ങളിലും ഐസ് പൗഡർ വിതറി മേഘങ്ങളെ ഇല്ലാതാക്കും. പിന്നെ ഫുർസത്ത് നഗറിൽ ഒരിക്കലും മഴ പെയ്യുകയേയില്ല. You are genius, boss. Super duper genius. ഫുർസത്ത് ഗാഞ്ചിലെ ജനങ്ങൾ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിയും. പിന്നീട് നമ്മള് വെള്ളത്തിന്റെ ടാങ്കർ എടുത്തോണ്ട് പോയിട്ട് പിന്നീട് അവർക്കെല്ലാം നല്ല വിലയ്ക്ക് വെള്ളം അങ്ങ് വിറ്റേക്കാം. അങ്ങനെ ഒരുപാട് കാശുണ്ടാക്കി നമുക്ക് കോടീശ്വരനാകാം. നിനക്ക് പൊട്ടത്തരമല്ലാതെ വേറൊന്നും പറയാനില്ലേ? ഈടാ, എനിക്ക് വെള്ളം കൊണ്ട് ബിസിനസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈട മേഘങ്ങൾ ഇല്ലാതായാൽ പിന്നെ വീർ അതെല്ലാം ശരിയാക്കുവാൻ വേണ്ടി ആകാശത്തിലേക്ക് പറക്കില്ലേ? അവൻ അവിടെ ചെന്ന് കാണുന്നത് എന്തായിരിക്കും? പറയടാ. അവിടെ വെച്ച് അവൻ തീർച്ചയായും നിങ്ങളെ കാണുന്നതായിരിക്കും ബോസ്. പിന്നെ നിങ്ങള് അവനെ പിടിച്ചു കെട്ടി നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും അല്ലേ ബോസ്? പക്ഷേ ബോസ്, അവൻ നിങ്ങളെയും കളിപ്പിച്ച് അവിടുന്ന് എസ്കേപ്പ് ആകുമെന്നാ എനിക്ക് തോന്നുന്നത്. ഇനി ഒരു അക്ഷരം മിണ്ടരുത് മരമണ്ട. എനിക്കിപ്പോ ഭ്രാന്ത് പിടിച്ചാ നിൽക്കുന്നത്. ആകാശത്ത് അവൻ കാണാൻ പോകുന്നത് എന്നെ അല്ല, ലൈറ്റ്നിങ് റോബർട്ടിനെയാണ്. ഈ ലൈറ്റ്നിങ് റോബർട്ട് ആ വീറിനെ നശിപ്പിച്ചിട്ട് അവനെ ഇങ്ങോട്ടാണ് കൊണ്ടുവരിക. പിന്നീട് ഞാൻ അവന്റെ ടോട്ടൽ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചതിന് ശേഷം നമുക്കതുപോലൊരു റോബർട്ടിനെ ഉണ്ടാക്കണമടാ. Meow. You are genius, boss. Super duper genius. അവൾ പറഞ്ഞത് ശരിയാണ് ബോസ്. നിങ്ങൾ ശരിക്കും ജീനിയസ് ആണ്. ഏയ് ലൈറ്റ്നിങ് റോബോ, ശരിക്കും നിനക്ക് മിന്നലുണ്ടാക്കാൻ പറ്റുമല്ലോ അല്ലേ?